ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് കേക്കിൻ്റെ വർക്ക് ചെയ്യാനുള്ള ദിവസത്തെ കുറച്ച് തിരക്കുകളാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കറണ്ട് പോകുമെന്ന്. 2 കേക്ക് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് രാവിലത്തെ ചായയും കടിയൊക്കെ ഒന്ന് ഉണ്ടാക്കണം. രാത്രി തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വെക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേക്ക് നമ്മളിവിടെ ഓവനിലേക്ക് വെച്ചിട്ടുള്ളൂ. ഇനി അത് ആയിട്ട് വേണം അടുത്ത കേക്ക് വെക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ആ ഒരു ടിന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് വെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ പോയിനു. അപ്പോൾ കറി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇന്നിപ്പോൾ പുട്ടാണ്. ഇങ്ങനത്തെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ എളുപ്പമുള്ള കടി എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ തുടങ്ങൽ. അപ്പോൾ ഏതായാലും പുട്ട് കുറച്ച് ഈസിയാണല്ലോ. അതുകൊണ്ട് പുട്ടുപൊടി നമുക്ക് ഉതിർത്ത് വെക്കുന്നുണ്ട്. പുട്ടുപൊടി ആകുമ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. കുറച്ച് ഉപ്പിടുക, കുറച്ച് വെള്ളമാണ് പാർന്ന് അവിടെ വെച്ചാൽ അത് അവിടെ കിടന്നുകൊണ്ട് ഉതിർന്നോളും. ഞാനിങ്ങനെ ഇട്ട് ചെയ്യൽ കുറച്ചധികം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേറെയുള്ള പണിക്കായിട്ട് പോകും. പിന്നെ പുട്ടിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ചായയും കടി ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചിന്ത മുഴുവൻ കറണ്ട് പോകുമോ എന്നുള്ളൊരു ബേജാറിലാണ് കേട്ടോ. കാരണം നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിവിടെ ഇൻവെർട്ടറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ കറണ്ട് പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ പുട്ടൊന്ന് ഉതിർന്നിക്കണം നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്ന് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേഗം തേങ്ങ ചിരവി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മളവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടിനുള്ള വെള്ളം നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പുട്ടിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കി നിൽക്കാനുള്ള ടൈമില്ലല്ലോ. കുട്ടികൾക്ക് സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞു വെച്ചാൽ ഒരടുപ്പിൽ അത് പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ അതൊരു ഭാഗത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് ഓവനിലേക്ക് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് അയക്കണമെന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുത്തി നോക്കുമ്പോൾ ഒന്നുകൂടി വേവാനുണ്ടായിരുന്നു. അത് വേഗം ഓവനിലോട്ട് തന്നെ വെച്ചുകൊണ്ട് നമുക്കപ്പോഴത്തേനും വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. പുട്ട് കുറ്റിയിലേക്ക് ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ കേക്കായി വന്നിട്ടുണ്ട്, കറി ആയി വന്നിട്ടുണ്ട്, പുട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത കേക്കും നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചോറിനുള്ള വെള്ളം വെക്കുന്ന ടൈമിലൊക്കെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ. എല്ലാം പാടെ വീഡിയോ ഓടി നടന്നെടുക്കാനായിട്ട് കഴിയാത്തതുകൊണ്ട് കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ. കേക്ക് ഉണ്ടാക്കലും ചായയും കടിയും കുടിച്ചലും ഒക്കെ ആയപ്പോത്തിന് കണ്ടില്ലേ, ഫുള്ള് പാത്രങ്ങളാണ് മോറാൻ ഇഷ്ടം പോലെ. അപ്പോൾ ഇതൊക്കെ കണ്ടു പിന്നെ വേറെ പണിയെടുക്കാനൊന്നും കഴിയൂല. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി വെക്കാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളൊക്കെ മോറി വെച്ച് ജസ്റ്റ് അവിടെ ഒന്ന് തോത്തിയിട്ടു. ഇനി ഇവിടെ നന്നാക്കേണ്ടി വരും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്നുകൊണ്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള അരി കഴുകി എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അടുപ്പ് കൂട്ടാനും തീപിടിപ്പിക്കാനൊന്നും പോയിട്ടില്ല. ഗ്യാസിലാണ് വെക്കണത്. ഇന്നിപ്പോൾ അതിനൊന്നുള്ള ടൈമില്ല നമുക്ക്. കേക്കിന് ഓർഡറുള്ള ദിവസമൊക്കെ ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ചോറ് തീമിടൽ. അല്ലാത്ത ദിവസം മാത്രമേ അടുപ്പിൽ വെക്കാറുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം വീണ്ടും നമ്മൾ കേക്കിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സ്പോഞ്ച് അടിപൊളി സ്പോഞ്ചായി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ സ്പോഞ്ച് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കേക്ക് അവിടെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചോറ് ഊറ്റാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റേഷൻ പീടിയത്തെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് അത് ഊറ്റി വെക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് ഊറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ കേക്കിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇത് ചോക്ലേറ്റ് കേക്കായിരുന്നു. നേരത്തെ നമ്മൾ ചെയ്തത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അത് കാണിക്കണില്ല. ഇത് നമ്മൾ ചോക്ലേറ്റ് കേക്കിന് ഫില്ലിംഗ് ആണ് ചെയ്യണത്. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന സിറപ്പ് പാലും മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് ഗനാഷും കൂടി യൂസ് ചെയ്തിട്ടാണ് സിറപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കയ്പ്പ് അനുഭവപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത്യാവശ്യം ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ
അതും നമ്മളിവിടെ ക്രം കോട്ടായി വന്നിട്ടുണ്ട്. അപ്പം തന്നെ പിന്നെ ഫൈനൽ കോട്ട് ചെയ്യാണ്. ഇതെൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സാൾ തന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ. രണ്ടും ഫാമിലിയെ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സാളും എൻ്റെ കട്ടക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരെ ഭാഗത്തൊന്നും കേക്ക് കിട്ടാഞ്ഞിട്ടോ കേക്ക് ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ അവരിവിടെ വന്ന് വാങ്ങിയിട്ട് പോണത്. എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരെൻ്റെ അടുത്തുനിന്ന് കേക്ക് വാങ്ങിയിട്ട് പോണത്. നിങ്ങൾക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിലൂടെ പറയാൻ മറക്കല്ലേ. എന്നോടൊപ്പം എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച കൂട്ടുകാർ മാത്രമല്ല കേട്ടോ, അന്നത്തെ ഒരു ബാച്ച് ഫുള്ള് എന്നോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. എന്നെ ശരിക്കും അവർക്ക് അറിയില്ലെങ്കിൽ കൂടിയും കൂടെ പഠിച്ചൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡറുകൾ അവരെനിക്ക് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. കാരണം എനിക്ക് അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ എന്തായാലും ഒതുങ്ങൂല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സംസാരത്തിൻ്റെ ഇടയിലൂടെ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത കേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കളർ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് കളർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ കളർ ഇതിമക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോയും ബ്ലൂവും കൂടി കുറച്ച് ഓരോ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ എല്ലാ വശത്തേക്കും ആക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിമ കളർ സ്പ്രെഡായി കിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ കേക്ക് കണ്ടിട്ട് അതേപോലെ മതി, യൂണിക്കോണിൽ അതേപോലെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം അതേപോലെ വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ചെറിയൊരു മാറ്റമൊക്കെ അതിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് പിന്നെ ഞാൻ എങ്ങനെയാണോ ചെയ്തു കൊടുക്കുന്നത് അതിലവർ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രീമിൽ വളരെ കുറച്ച് കളറ് ആഡ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഫ്രിഡ്ജിലോട്ട് വെച്ച കേക്ക് വീണ്ടും എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ പുറമെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ളി ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ചിക്കൻ കറി വെച്ചു, കുറച്ച് ഉള്ളി സുർക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ടുട്ടുവിന് കഞ്ഞി കൊടുക്കാൻ വേണ്ടി പോയി. അവനെയും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് പറയാൻ മറക്കല്ലേ. അപ്പോൾ എന്നും നിങ്ങളുടെ സപ്പോർട്ട് എന്നോട് കൂടെ തന്നെ വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് എൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളാണ്. ഇവളാണ് കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോണത്. എൻ്റെ രണ്ട് ഫാമിലിയും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്